ഇപ്പോൾ കോട്ടപ്പടി സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ ഈ കുട്ടിയാനയെ മയക്കുവെടി വയ്ക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. കാലാവസ്ഥ അനുയോജ്യമാകുന്ന ഘട്ടത്തിൽ മയക്കുവെടി വയ്ക്കാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വാക്കാൽ അനുമതി നൽകിയിരിക്കുന്നത്. രക്ഷാദൌത്യത്തിന് മുന്നോടിയായിട്ട് പ്രദേശത്ത് നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിലെ 1, 2, 3, 4 വാർഡുകളിലാണ് 24 മണിക്കൂർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കിണർ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാനുമൊക്കെ തീരുമാനമായിട്ടുണ്ട്. ജെയിനസ് രാജു ഒപ്പം ശ്യാംപ്രസാദ് ഉത്തമനുമുണ്ട് നമുക്കൊപ്പം. ആദ്യം ജെയിനസ് രാജുവിലേക്ക് പോവുകയാണ്. ജെയിൻ, അങ്ങനെ ഒടുവിൽ ദൗത്യത്തിന് അനുമതി, വാക്കാൽ അനുമതിയായിരിക്കുന്നു. എപ്പോഴത്തേക്കാകും ദൗത്യം ആരംഭിക്കുക? ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് എന്താണ്? സേതു, ഈ നാട്ടുകാരുടെ ആവശ്യപ്രകാരം ആനയെ മയക്കുവെടി വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മയക്കുവെടി വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ആനയെ മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ DFOയുടെ നേതൃത്വത്തിൽ കോതമംഗലം MLA ആന്റണി ജോൺ അടക്കം നടത്തിയ ചർച്ചയിൽ ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഇപ്പോൾ ചൂടുള്ളൊരു സമയമാണ്. ചൂടുള്ള സമയത്ത് മയക്കുവെടി വെച്ചാൽ ആനയുടെ ജീവന് ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുയോജ്യമായി ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മയക്കുവെടി വെച്ചതിന് ഇവിടെ നിന്ന് മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ടാണ് മാറ്റുന്നത് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ മലയാറ്റൂർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും വനമേഖലയിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കും. മറ്റൊരു കാര്യം, ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റുമ്പോൾ അങ്ങോട്ടേക്ക് വാഹനം അടക്കം എത്തിക്കേണ്ടതുണ്ട്. കാരണം ക്രെയിനൊക്കെ ഉപയോഗിച്ച് വേണം ഈ കിണറ്റിൽ നിന്ന് ആനയെ പുറത്തേക്ക് എത്തിക്കാൻ. അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ വാഹനത്തിൽ കയറ്റി തന്നെ വേണം കൊണ്ടുപോകാൻ. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വാക്കാൽ ഒരു അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ രേഖാമൂലമുള്ള അനുമതി ലഭിച്ച ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുക. പക്ഷേ മുന്നൊരുക്കങ്ങൾ നടത്താൻ വനംവകുപ്പിന് കഴിയും. അതോടൊപ്പം തന്നെ റവന്യൂ വിഭാഗവും അത് സംബന്ധിച്ച നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പഞ്ചായത്തിലെ 4 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് 1, 2, 3, 4 വാർഡുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആളുകളുടെ സുരക്ഷ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നടപടി. കാരണം ആനയെ പുറത്തേക്ക് എത്തിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രകോപനമുണ്ടായി വിരണ്ടോടുകയോ മറ്റെന്തെങ്കിലും ഉണ്ടായാൽ അത് ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവരുത്. അതുകൊണ്ടാണ് ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ പ്രദേശത്ത് നിരവധി ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. രാവിലെ ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ 100 കണക്കിന് പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ സമയത്ത് ഈ ആനയെ പുറത്തേക്ക് കയറ്റിവിടാൻ ചില നിബന്ധനകൾ ഈ പ്രദേശവാസികൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ ആനയെ മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ളതാണ്. അതിന് കാരണമായി നാട്ടുകാർ പറഞ്ഞത്, ഈ കുട്ടിയാന സ്ഥിരമായി ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ആനയാണ്. ഈ ലൈറ്റ് അടിച്ചാൽ പോലും ആ പ്രകാശത്തിന് നേരെ പാഞ്ഞു വന്ന് വളരെ പ്രകോപിതനായിട്ടുള്ള ഒരു ആനയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വീണ്ടും ഇവിടെ തുറന്നു വിട്ടാൽ അത് വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ അത്തരം ഒരു കാര്യം മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ഈ കിണർ ഉടമ, ഈ പുരയിടത്തിൻ്റെ ഉടമയ്ക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം എന്നൊരാവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഈ കിണർ ഒരു ഭാഗം ഇടിച്ച് മാത്രമേ ഈ ആനയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയൂ. അപ്പം അതിന് 20ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കിണറാണ്. അപ്പോൾ അവരുടെ പ്രശ്നം ആ കിണർ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുക, അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ കുടിവെള്ളം ലഭ്യമല്ലാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ പഞ്ചായത്ത് മുൻകൈയെടുത്ത് കുടിവെള്ളം എത്തിക്കുന്നത് അടക്കമുള്ള നടപടികൾ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ യോഗത്തിന് ശേഷം എടുത്തിരിക്കുന്ന തീരുമാനം.